എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സാമുദ്ദീൻ. ഞങ്ങളുടെ എയിംസ് നാഗ്പൂരിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ 2020 വഴിയാണ് കയറിയത്. എൻ്റെ റാങ്ക് 3075 ആയി. അപ്പം നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഡ്യുവൽ നേച്ചർ വരെ പറഞ്ഞായിരുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതിനുശേഷം ഡ്യുവൽ നേച്ചർ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇന്ന് അടുത്ത ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് എവിഡൻസ് ഫോർ ക്വാണ്ടൈസ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് അറ്റോമിക് സ്പെക്ട്രം. എന്താണ് ഇലക്ട്രോൺസ് നിൽക്കുന്നത് എന്താണ് സ്പെസിഫിക് എനർജി ലെവൽസിലാണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്, അതാണ് അടുത്ത പറയാൻ. The speed of light depends upon the nature of the medium through which it passes. As a result, the beam of light is deviated or refracted from its original path as it passes from one way. എന്താ നമുക്കറിയാം, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ് വാക്കത്തിലൂടെ പോകാൻ പറ്റും. മീഡിയത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ എന്താണ് ഏത് മീഡിയം ആണോ അതനുസരിച്ച് അതിന്റെ സ്പീഡ് മാറും. മാത്രമല്ല ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന ഫിനോമിന നമുക്ക് കാണാൻ പറ്റും. So observe that when a ray of white light is passed through a prism, the wave with shorter wavelength bends more than the one with a longer wavelength. Since ordinary white light consists of waves with all the wavelengths in the visible range, a ray of white light is spread out into a spectrum called spectrum. അത് ഒരു പ്രിസത്തിലൂടെ നമ്മൾ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടാൽ ഇതാണത് വിസിബിൾ ആയിട്ടുള്ള എല്ലാ വേവ് ഉള്ള റേഡിയേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. റെയിൻബോ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ഒക്കറൻസ് ആണ്, നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ പല വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഈ അറേഞ്ച്മെന്റ് സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത്. The light of the red color which has longest wavelength is deviated the least, while the violet light which has the shortest wavelength is deviated the most. നമ്മൾ വൈറ്റ് ലൈറ്റ് ആണ് കടത്തി വിടുന്നതെങ്കിൽ ഇവിടുത്തെ ഏറ്റവും കുറച്ച് ഡീവിയേഷൻ ഉള്ളത് ഏതാ, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ഇവിടെ ആയിരിക്കും റെഡ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉള്ളത് ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള അപ്പം ഇവിടെ ആയിരിക്കും വയലറ്റ് വരുന്നത്. അതാണ് പറയുന്നത്. The spectrum of violet we can see ranges from violet at 7.5 × 10⁻14 Hz to red at 4 × 10⁻14 Hz. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സ്പെക്ട്രം ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ്. ഓരോ കളറിലുള്ള ലൈറ്റ് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. വെച്ചാൽ വയലറ്റിന് ശേഷം എന്താണ് നമുക്ക് ഇൻഡിഗോ, ബ്ലൂ, ഇതിനിടയിൽ ഗ്യാപ്പ് ഇല്ല. ഒരു ലൈറ്റ് വേറൊരു ലൈറ്റ് ആയിട്ട് മെർജ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്പെക്ട്രത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് when electromagnetic radiation interacts with matter, atoms and molecules may absorb energy and reach to a higher energy state. With higher energy, these are in an unstable state. For returning to the normal state, the atoms and molecules emit radiations in various regions of the electromagnetic spectrum. ഇതെന്താണ് പറയുന്നത്, ഇപ്പോൾ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റിൽ നിൽക്കുകയാണ്. ഇതിലേക്ക് നമ്മളൊരു എനർജി കൊടുക്കണത് ഹീറ്റോ ലൈറ്റോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എനർജി കൊടുക്കുകയാണെങ്കിൽ എന്താ അവിടെയുള്ള ഇലക്ട്രോൺസ് ഒരു ഹയർ എനർജി ലെവലിലേക്ക് ഷിഫ്റ്റ്. ഇപ്പോൾ ഒരു ഓർബിറ്റ് ആണെങ്കിൽ അടുത്ത ഓർബിറ്റ് എത്തും. ഇവിടേക്ക് ഇലക്ട്രോൺ എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഹയർ എനർജി ലെവലുള്ള ഒരു ഓർബിറ്റിലേക്ക് മാറും. എന്നിട്ട് തിരിച്ച് എന്താ പഴയ സ്റ്റേറ്റിലേക്ക് എന്താണ് നേരത്തെ നിന്ന ഓർബിറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് വെളിയിലേക്ക് എനർജി റിലീസ് ചെയ്യും. ഏതെങ്കിലും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ള ഏതെങ്കിലും ഒരു വിസിബിൾ ലൈറ്റ് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും സ്പെക്ട്രത്തിലുള്ള ഏതെങ്കിലും ഒരു റേഡിയേഷൻ ആയിട്ട് അത് പുറത്തേക്ക് വരും. അതാണ് ഇവിടെ പറയുന്നത്. The spectrum of radiation emitted by is called an emission spectrum. ഓൾറെഡി എന്താണ് ഹയർ എനർജിയിൽ ഒരു എമിഷൻ സ്പെക്ട്രം എന്ന് വിളിക്കും.
atoms, molecules or ions that have absorbed radiation are said to be excited. എന്ന് ഓൾറെഡി പറഞ്ഞു ഇലക്ട്രോൺ എനർജി കിട്ടുമ്പോൾ അതെന്താ ഒരു ഹയർ എനർജി ഉള്ള ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ എനർജി കിട്ടി നിൽക്കുന്ന സ്റ്റേറ്റിനെ നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. To produce an emission spectrum, energy is supplied to a sample by heating it or irradiating it, and the wavelength or frequency of the radiation emitted as the sample gives up the absorbed energy is recorded. നമ്മൾ ഓൾറെഡി പറഞ്ഞു എമിഷൻ സ്പെക്ട്രം നമ്മൾ പറഞ്ഞു. തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് പുറത്ത് വിടുന്ന എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിനെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അടുത്ത അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണ്? An absorption spectrum is like the photographic negative of an emission spectrum. A continuum of radiation is passed through a sample which absorbs radiation of certain wavelengths. So, എന്താ നമ്മളൊരു സാമ്പിളിലേക്ക് എന്താ നമുക്ക് ഒരു റേഡിയേഷൻ കൊടുക്കണം. നമുക്ക് ആ റേഡിയേഷനുള്ള വേവ് ലെങ്ത് ഒക്കെ അറിയാം. എന്നിട്ട് അബ്സോർബ് കഴിഞ്ഞിട്ടുള്ള ആ റേഡിയേഷൻ നമ്മളൊരു ഗ്രാഫിൽ എടുക്കുകയാണ്. അപ്പൊ അതിനകത്ത് മിസ് ആയിരിക്കുന്ന വേവ് ലെങ്ത് നമ്മൾ ഏതൊക്കെയാന്ന് നോട്ട് ചെയ്യും. ആ മിസ്സായിരിക്കുന്ന വേവ് ലെങ്ത് ലൈറ്റുകളാണ് റേഡിയേഷൻ ആയിരിക്കും ആ ആറ്റം അബ്സോർബ് ചെയ്തിരിക്കുന്നത്. അതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പൊ മിസ്സായ വേവ് ലെങ്തുകൾ നമ്മൾ എന്താ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഡാർക്ക് സ്പേസസ് ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ദ സ്റ്റഡി ഓഫ് എമിഷൻ ഓർ അബ്സോർപ്ഷൻ സ്പെക്ട്ര ഈസ് റെഫേർഡ് ടു ആസ് സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ എമിഷൻ സ്പെക്ട്രത്തിനെയും അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെയും ഉള്ള സ്റ്റഡിയെ നമ്മൾ വിളിക്കുന്ന എന്താണ്? സ്പെക്ട്രോസ്കോപ്പി എന്നാണ് വിളിക്കുന്നത്. The spectrum of visible light, as discussed above, was continuous as all wavelengths of the visible light are represented in spectrum. Already പറഞ്ഞു വിസിബിൾ ലൈറ്റ് നമ്മൾ പ്രശ്നത്തിലൂടെ കടന്നു നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്താണ്? നമുക്ക് റെഡ് തൊട്ട് വയലറ്റ് വരെയുള്ള എല്ലാ വേവ്ലെങ്ത്തും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ദ എമിഷൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ് ഇൻ ഗ്യാസ് ഫേസ്, ആറ്റംസിന്റെ ഗ്യാസ് ഫേസിലുള്ള ആറ്റംസിന്റെ എമിഷൻ സ്പെക്ട്ര റെക്കോർഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സാധനമാണ് ലൈൻ സ്പെക്ട്രം. നമ്മൾ അറിഞ്ഞിരിക്കും. The emission spectra of atoms in the gas phase, on the other hand, do not show a continuous spread of wavelength from red to violet. Rather, they emit light only at specific wavelengths with dark spaces between them. അപ്പൊ നമ്മൾ വൈറ്റ് ലൈറ്റ് കടത്തി കിട്ടുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിട്ട് എന്താണ് നമ്മൾ വയലറ്റോട്ട് റെഡോടെ എല്ലാ റേഡിയേഷൻ ഇടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വേവലെങ്ത് ഉള്ള ലൈറ്റ് വേറൊരു വേവലെങ്ത് ലൈറ്റ് ആയിട്ട് ഇടയിൽ ഗ്യാപ്പുകൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഗ്യാസ് ഫേസിലുള്ള ഒരു ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം എടുത്താൽ അതിന് ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പുകൾ കാണും. റേഡിയേഷൻ എന്താ ലൈൻ ആയിട്ടാണ് കാണാൻ പറ്റും. അതിന്റെ ഡയഗ്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ ഇടയിൽ കുറെ ഗ്യാപ്പുകളുണ്ട്. ഇങ്ങനെ ഗ്യാപ്പുകൾ കിട്ടുന്നുണ്ടോ ലൈൻ ആയിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ ലൈൻ സ്പെക്ട്രം എന്നും വിളിക്കാറുണ്ട്. Because the emitted radiation is identified by the appearance of bright lines in the spectra. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. Line emission spectra are of great interest in the study of electronic structure. Each element has a unique line emission spectrum. The characteristic lines in atomic spectra can be used in chemical analysis to identify unknown atoms in the same way as fingerprints are used to identify. ഓരോ ആറ്റത്തിന് എന്താണ് ഓരോ യൂണീക്ക് ആയിട്ടുള്ള ലൈൻ എമിഷൻ സ്പെക്ട്ര ആയിരിക്കും. ഇപ്പൊ ഹൈഡ്രജൻ ഉള്ള എമിഷൻ സ്പെക്ട്ര ആയിരിക്കത്തില്ല വേറെ ഏതെങ്കിലും അതേപോലെ ഒരു ആറ്റത്തിന്. ഇപ്പം നമുക്ക് ഒരു ആറ്റം കയ്യിലുണ്ട്. ഓക്കെ, നമുക്ക് ഒരു കയ്യിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, വേറെ കയ്യിൽ വേറൊരു ആറ്റം ഉണ്ട്. അപ്പം നമ്മൾ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം എടുക്കുന്നു, ഈ കയ്യിലുള്ള അറിഞ്ഞൂടാത്ത ആറ്റത്തിന് സ്പെക്ട്രം എടുക്കുന്നു. ഇപ്പൊ രണ്ടിന്റെയും സ്പെക്ട്രം ഒരേപോലെ വന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്താണ് നമുക്ക് അറിഞ്ഞൂടാത്ത ആറ്റം ഹൈഡ്രജൻ ആറ്റം തന്നെയാണ്. കാരണം അത്രയും സ്പെസിഫിക് ആണ് ഒരു ആറ്റത്തിന്റെ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൾക്കാരുടെ ഫിംഗർ പ്രിന്റ് എന്ന പോലെ ആറ്റംസിന്റെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു വഴിയാണ് ലൈൻ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് എലമെന്റ്സ് ലൈക്ക് rubidium, cesium, thallium, indium, gallium and scandium were discovered when their minerals were analyzed by spectroscopic methods. ഇപ്പം സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വഴി അനലൈസ് ചെയ്തപ്പോഴാണ് ഈ എലമെന്റ്സ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. പിന്നെ ഹീലിയവും അതേപോലെ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വഴിയാണ് ഡിസ്കവർ ചെയ്തത്. ഇതൊക്കെ പറയാനുള്ളത് നമുക്കിവിടെ പഠിക്കാനുള്ള ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം മാത്രമാണ് പഠിക്കാനുള്ളത്. അതിന്റെ കാരണം എന്താ നമ്മൾ പിന്നെ പറയും. When an electric discharge is passed through gaseous hydrogen, the H2 molecules dissociate and the energetically excited hydrogen
atoms produce consists of several series of lines named after their discoverers. അപ്പൊ നമ്മള് ഹൈഡ്രജൻ മോളിക്യൂൾ നമ്മൾ എന്താണ് ഗേസസ് ഹൈഡ്രജൻ അല്ല, കാര്യം നമ്മൾ എന്താണ് ഇലക്ട്രിക് ഡിസ്ചാർജ് അതിലൂടെ കടത്തി വിട്ടു. അപ്പൊ നമുക്കൊരു എമിഷൻ സ്പെക്ട്രം കിട്ടി, ലൈൻ സ്പെക്ട്രം കിട്ടി. അപ്പം ആരാണോ ഓരോ സ്പെക്ട്രം കണ്ടുപിടിച്ചത് അവരുടെ പേരിലാണ് സ്പെക്ട്രം. അപ്പം ഒരുപാട് സ്പെക്ട്രങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈമൻ, പാഷൻ. ഇപ്പം ആദ്യം കണ്ടുപിടിച്ചത് ബാമർ സീരീസ് ആയിരുന്നു, കാരണം അത് മാത്രമല്ല സ്പെക്ട്രം വിസിബിൾ റേഞ്ചിൽ ഉണ്ടായിരുന്നു. ഓക്കെ. The hydrogen spectrum consists of several series of lines named after their discoverers. Balmer showed in 1885 on the basis of experimental observations that if spectral lines are expressed in terms of wave number, then the visible lines of the hydrogen spectrum obey the following formula. അപ്പൊ ആദ്യം വിസിബിൾ റേഞ്ചിലുള്ള സ്പെക്ട്രം ആണ് കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പം ബാമർ ആണ് അത് കണ്ടുപിടിച്ചിരുന്നത്. അപ്പൊ അതിന്റെ വേവ് നമ്പറുടെ ഫോർമുലയാണ് എന്ത്, ന്യൂ ബാർ. അതാണ് വേവ് നമ്പറുടെ സിമ്പിൾ. അത് 109677 into 1/2 square minus 1/n square centimeter inverse. അപ്പം where n is an integer equal to or greater than 3. അപ്പം ബാമർ സീരീസിലുള്ള വേവ് നമ്പർ കണ്ടുപിടിച്ചപ്പോൾ ഇതായിരുന്നു എന്റെ ഫോർമുല എന്ന് കണ്ടുപിടിച്ചത്, 109677 into സെന്റിമീറ്റർ 1/2 square minus 1/n square. n എന്ന് പറയുന്നത് 2-നേക്കാളും വലിയൊരു നമ്പർ ആയിരിക്കും. അപ്പൊ 3, 4 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ഇതിനാണ് ബാമർ സീരീസ് എന്ന് നമ്മൾ വിളിച്ചു. ഇത് മാത്രമാണ് വിസിബിൾ റീജിയൻ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താണ് റിഡ്ബർഗ് എന്താണ് കണ്ടുപിടിച്ചെന്താ, ഹൈഡ്രജന്റെ എല്ലാ സീരീസും ഇത് എന്താ ഓൾ സീരീസ് ഓഫ് ലൈൻസ് ക്യാൻ ബി ഡിസ്ക്രൈബ്. എല്ലാ സീരീസും ഇത് ഈ ഫോർമുലയിൽ നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്താണ് number is equal to 109677 into 1/n1 square minus 1/n2 square. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ എനർജി കിട്ടി എക്സൈറ്റഡ് ആവുന്നു, തിരിച്ചെന്താണ് എനർജി റിലീസ് ചെയ്തുകൊണ്ട് പഴയ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഓരോ സീരീസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കത് ന്യൂക്ലിയസ്, ഹൈഡ്രജനകത്തിന്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. അതിന് ചുറ്റും പല എനർജി ലെവലുള്ള ഓർബിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. ന്റെ വാല്യൂ 1, 2, 3, 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റത്തിൽ ഇലക്ട്രോൺ എവിടെയായിരിക്കും, ഫസ്റ്റ് ഓർബിറ്റിലായിരിക്കും ഇലക്ട്രോൺ ഇരിക്കുന്നത്. എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്താ, ഈ ഇലക്ട്രോണിന് ഏത് ഓർബിറ്റിലേക്ക് വേണമെങ്കിലും ചാടാം, ഹയർ എനർജി ഉള്ള ഏതൊരു ഓർബിറ്റിലേക്ക് വേണമെങ്കിലും പോവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ n = 5 വരാം, അല്ലെങ്കിൽ 4 വരാം, 3, 2 ഏതിനകത്തെങ്കിലും വരാം. എന്നിട്ട് എനർജി റിലീസ് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോൺ തിരിച്ച് ഏത് ഓർബിറ്റിലാണോ വരുന്നത് അതനുസരിച്ചായിരിക്കും ഏത് റേഡിയേഷൻ ആണ് വരുന്നത് തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ബാമർ സീരീസിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ n = 2 ഓർബിറ്റിലേക്ക് തിരിച്ചു വരും. ഇപ്പം 3-ൽ നിന്ന് 2-ലോട്ട് വരാം, 4-ൽ നിന്ന് 2-ലോട്ട് വരാം, 5-ൽ നിന്ന് 2-ലോട്ട് വരാം. ഇങ്ങനെയുള്ള ട്രാൻസിഷൻ വരുമ്പോഴാണ് വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻ നമുക്ക് കിട്ടിയത്. അങ്ങനെയുള്ള ഇതിനെ നമ്മൾ ബാമർ സീരീസ് എന്ന് വിളിച്ചത്. അപ്പൊ അതേപോലെ തന്നെ നമുക്കിവിടെ ലോവർ എനർജി ലെവൽ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടാണ് എനർജി ഇലക്ട്രോൺ തിരിച്ചു വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ലൈമാൻ സീരീസ് എന്ന് വിളിക്കുന്നു. തേർഡ് എനർജി ലെവലിലോട്ടാണെങ്കിൽ പാഷൻ, ഫോർത്തിലോട്ടാണെങ്കിൽ ബ്രാക്കറ്റ്, ഫിഫ്ത്തിലോട്ടാണെങ്കിൽ ഫണ്ട്. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം n = 1 ലൈമാൻ സീരീസ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും, ഇപ്പൊ സെക്കൻഡ് ഓർബിറ്റിലുള്ള 1-ലോട്ട് വരാം, തേർഡിലോട്ടുള്ള 1-ലോട്ട് വരാം, ഫോർത്തിലോട്ടുള്ള ഇലക്ട്രോൺ 1-ലോട്ട് വരാം, ഫിഫ്ത്തിലോട്ടുള്ള ഇലക്ട്രോൺ 1-ലോട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസിഷൻസ് നമ്മൾ ലൈമാൻ സീരീസിലുള്ള സ്പെക്ട്രമായിട്ട് നമ്മൾ കാണും. അപ്പം ഓരോ ട്രാൻസിഷൻ നടക്കുമ്പോൾ അതിന്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ. The value 109677 centimeter inverse is called the Rydberg constant for hydrogen.
1096 എന്ന് പറയുന്നത് Rydberg കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഡയഗ്രാം ഇവിടെ കണ്ടിട്ടുണ്ട്. n is equal to 1ലേക്ക് ഇലക്ട്രോൺ റിട്ടേൺ ചെയ്താൽ ലൈമാൻ സീരീസ്, n is equal to 2ലേക്ക് റിട്ടേൺ ചെയ്താൽ അത് എന്താണ് ബാമർ സീരീസ്, പിന്നെ n equal to 3 ആണെങ്കിൽ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Of all the elements, hydrogen atom has the simplest line spectrum. Line spectrum becomes more and more complex for heavier atoms. There are, however, certain features which are common to all line spectra. നമുക്ക് ഹൈഡ്രജന് മാത്രം ലൈൻ സ്പെക്ട്രം എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്തുള്ളൂ, കാരണം ബാക്കിയുള്ള ആറ്റത്തിന്റെ എല്ലാം ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. പിന്നെ എല്ലാ ആറ്റത്തിനും ലൈൻ സ്പെക്ട്രത്തിൽ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തായിരുന്നു? ഒന്ന്, ലൈൻ സ്പെക്ട്രം ഓഫ് എലമെന്റ് ഈസ് യൂണീക്ക്. എല്ലാ ആറ്റത്തിനും അതിൻ്റെതായ യൂണീക്ക് ആയിട്ടുള്ള ലൈൻ സ്പെക്ട്രം ഉണ്ട്. രണ്ട്, there is regularity in the line spectrum of each element. ഇപ്പം എല്ലാത്തിന്റെ ലൈൻ സ്പെക്ട്രം എടുത്താലും എല്ലാത്തിനും റെഗുലാരിറ്റി ഉണ്ട്. ഇപ്പൊ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഓരോ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഓരോ തരം സ്പെക്ട്രം നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് എല്ലാ ആറ്റത്തിനും ഒരേപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ വന്നപ്പോൾ ഈ സിമിലാരിറ്റീസ് കണ്ടപ്പോഴാണ് എന്ത് ബോറിന്റെ ആറ്റം മോഡൽ വന്നത്. നമുക്ക് നോക്കാം അത്. Bohr was the first to explain quantitatively the general features of the structure of hydrogen atom and its spectrum. He used Planck's concept of condensation of energy. Though the theory is not the modern quantum mechanics, it can still be used to rationalize many points in the atomic structure and spectrum. Bohr എന്താണ് ചെയ്തത്? പ്ലാങ്ക്സിന്റെ ക്വാണ്ടം മോഡൽ ഉപയോഗിച്ച് എന്താണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി. അയാളുടെ പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണ്? Electron in the hydrogen atom can move around the nucleus in a circular path of fixed radius and energy. These paths are called orbits, stationary states, or allowed energy states. These orbits are arranged concentrically around the nucleus. അപ്പോൾ ഇയാൾ എന്താണ് ഫസ്റ്റ് പോസ്റ്റേറ്റ് എന്താണ് പറഞ്ഞത്? ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സ്ഡ് എനർജി ലെവലുള്ള കുറെ പാത്തുകളുണ്ട്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്, എനർജി സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ ഓർബിറ്റ്സ് ഉണ്ട്. ഇതിലൂടെയാണ് ഇലക്ട്രോൺ നീങ്ങുന്നതെന്ന് ആദ്യം പറഞ്ഞു. രണ്ട്, the energy of an electron in the orbit does not change with time. However, the electron will move from a lower energy stationary state to a higher stationary state when a required amount of energy is absorbed by the electron. ഇപ്പൊ എന്താണ് പറയുന്നത്? ഒരു ന്യൂക്ലിയസ് ടു ഇലക്ട്രോൺ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോണിന് എനർജി കിട്ടുകയാണെങ്കിൽ, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് എനർജി കിട്ടുകയാണെങ്കിൽ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി കിട്ടണം, എന്നാലേ അത് ഹയർ ഓർബിറ്റിലേക്ക് പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്. ഫസ്റ്റ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കാന്ന് വിചാരിക്കും. ഓക്കെ, n equal to 1, n equal to 2 എന്ന് വിചാരിക്കും. ഇപ്പൊ ഇലക്ട്രോണ് n is equal to 1 നിന്ന് n is equal to 2ലേക്ക് പോവാൻ ഈ എനർജി വേണമെന്ന് വിചാരിക്കാം. n is equal to 1 to 2ലേക്ക് പോവാൻ ഈ എനർജി വേണം. ഓക്കെ, അപ്പം E/n എനർജി, എനിക്കില്ലേ ഇയുടെ ഒരു ഫ്രാക്ഷൻ ഓഫ് എനർജി കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു എനർജി കിട്ടിയാൽ ഈ ട്രാൻസിഷൻ പോസിബിൾ അല്ല, കാരണം 1നും 2നും ഇടയിൽ ഇലക്ട്രോൺ നിൽക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല. ഇത്രയും എമൗണ്ട് ഓഫ് എനർജി കിട്ടിയാലേ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റൂ. അതൊരു എന്താ നമ്മള് ക്വാണ്ടം മോഡൽ പോലെ ആയിരുന്നു. കാരണം നമ്മൾ പറയുന്നത് അന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ പറയുന്നത് എന്താണ്, ഇത്ര എനർജി കിട്ടിയാലേ ഇലക്ട്രോൺസിന് പോകാൻ എന്താ വെളിയെ വരാൻ പറ്റത്തുള്ളൂ. അപ്പം അതേപോലെ കൺസെപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഇത്ര എനർജി കിട്ടിയാൽ ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഹയർ എനർജിയിൽ ലോവർ എനർജിയിലേക്ക് പുറത്തേക്ക് എനർജി കളഞ്ഞുകൊണ്ട് തിരിച്ചു വരികയും ചെയ്യും. അതാണ് രണ്ടാമത്തെ പോസ്റ്റേറ്റ് പറയുന്നത്. ഓർ ഇവിടുത്തെ മെയിൻ സെന്റൻസ് എന്താണ്? എനർജി ചേഞ്ച് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ എ കണ്ടിന്യൂസ് മാനർ. കണ്ടിന്യൂസ് മാനറിലാണ് എനർജി ചേഞ്ച് നടക്കുന്നത്. ഫിക്സ്ഡ് എനർജി കിട്ടിയാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസിഷൻ നടത്താൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ പോസ്റ്റ്, the frequency of radiation absorbed or emitted when transition occurs between two stationary states that differ in energy by delta E is given by E equal to h nu ഫോർമുല നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ട് എനർജി എന്താണ്, ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ചാടുമ്പോൾ ഇലക്ട്രോൺ ഒരു എന്താണ് എനർജി ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ആ എനർജി ഡിഫറൻസിന് ഡെൽറ്റ ഇ എന്ന് പറയുകയാണെങ്കിൽ
അത് ഈക്വൽ ടു എച്ച് എൻ എന്ന് ഇവിടെ പറഞ്ഞു. അവിടെ ഇപ്പം ഉണ്ടാവുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി അപ്പം എന്തായിരിക്കും? ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ E2 മൈനസ് E1 ബൈ എച്ച്. ഇവിടെ എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണെന്ന് അറിയിക്കുക. ഈ ഇക്വേഷനാണ് എന്ത് ബോർസ് ഫ്രീക്വൻസി റൂൾ എന്ന് വിളിക്കുന്നത്. The angular momentum of an electron is quantized. In a given stationary state, it can be expressed as in equation. അപ്പം നാലാമത്തെ പ്രോസസ് എന്താണ്? ഒരു ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം അതും ആണെന്ന് പറഞ്ഞു. നമുക്ക് എം വി ആർ എന്ന് പറയുന്നത് എന്താ? ആംഗുലർ മൊമെന്റം ഇക്വേഷൻ നമുക്കറിയാം. അത് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π ആണ് പറയുന്നത്. അപ്പം ആംഗുലർ മൊമെന്റം എന്താ? ഈ എൻ എന്ന് പറയുന്നത് എന്താണ്? അത് 1 2 3 അപ്പം പോയിക്കൊണ്ടിരിക്കും. അപ്പം ഒരു ഇലക്ട്രോൺ എലോഡ് ആയിട്ടുള്ള ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ബൈ 2π ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതിനിടയിലുള്ള വാല്യൂസ് അപ്പൊ അതിന് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ആംഗുലർ മൊമെന്റവും ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് ആംഗുലർ മൊമെന്റ് ക്വാണ്ടൈസ് ആയതുകൊണ്ട് മാക്സ്വെലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫിക്സ്ഡ് എനർജി ലെവൽസ് ഉള്ള ഓർബിറ്റ്സും ഇവിടെ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. According to Bohr's theory of hydrogen atom, the stationary states of electrons are numbered n equal to 1 2 3. അപ്പോൾ ഓർബിറ്റ്സിന് നമ്പർ ചെയ്ത് 1 2 3. അപ്പൊ ഈ ഓർബിറ്റ്സിനെ വിളിക്കുന്ന എന്താ? ഈ നമ്പേഴ്സിനെ വിളിക്കുന്ന എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിച്ചു. The radii of stationary states are expressed as Rn is equal to n square into a0. n square എന്ന് പറയുന്നത് ഏത് ഓർബിറ്റ് ആണോ അതാണ്. a0 എന്ന് പറയുന്നത് 52.9 പൈക്കോമീറ്റർ. എന്നിട്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റിനെ ആയിരുന്നു ബോർ ഓർബിറ്റ് എന്ന് വിളിച്ചു. റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേഷൻ അത് ബോർ ഓർബിറ്റ് എന്ന് വിളിച്ചു. അപ്പം അവിടെ എന്താ എന്നിന്റെ വാല്യൂ 1. അപ്പൊ 1 സ്ക്വയർ 1 ആയിട്ട് മാറും. അപ്പൊ Rn എന്ന് പറയുന്നത് a0 അല്ലെങ്കിൽ 52.9 പൈക്കോമീറ്റർ. അതാണ് ബോർ ഓർബിറ്റ് എന്ന് പറയുന്നത്. The most important property associated with electron is the energy of its stationary state. അപ്പൊ ഒരു ഓർബിറ്റിന്റെ എനർജി ലെവലിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നത്. En is equal to minus RH into 1 by n square. ഇവിടെ RH എന്ന് പറയുന്നത് എന്താണ്? റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.18 into 10 raised to minus 18 joule. ഒരു ഓർബിറ്റിന്റെ എനർജി വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മൈനസ് RH into 1 by n square. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ദി ഓർബിറ്റ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ദി ഓർബിറ്റ്. ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഓർബിറ്റ് എനർജി കണ്ടുപിടിക്കാൻ പറ്റി. ഇവിടെ എന്നിന്റെ വാല്യൂ എന്തായി? 1 ആയി പോകും. അപ്പം അവിടുത്തെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും അവിടുത്തെ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഓർബിറ്റിന്റെ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ തോന്നുന്ന ഒരു ഡൗട്ട് എന്താണ്? ഈ ഇക്വേഷനിൽ മൈനസ് ചാർജ് എന്തുകൊണ്ട് വന്നു? മൈനസ് സൈൻ നമ്മൾ ഇവിടെ എന്തിനു കൊടുത്തു? ഇവിടുത്തെ അസംഷൻ എന്ന് പറഞ്ഞാല് ന്യൂക്ലിയസ് എന്ന ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി അവർ എന്താണ് ഈ ഇൻഫിനിറ്റി അത് 0 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പം ന്യൂക്ലിയസിന് അടുക്കും തോറും എന്താണ് എനർജി കുറഞ്ഞു വരും, എനിക്ക് സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അതിനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കണം സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇലക്ട്രോൺ ഇസ് ഫ്രീ ഫ്രം ദി ഇൻഫ്ലുവൻസ് ഓഫ് ന്യൂക്ലിയസ്, ദി എനർജി ഈസ് ടേക്കൺ ആസ് 0. അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിൽക്കുന്ന ഇലക്ട്രോണിന്റെ എനർജിയാണ് 0. ദ ഇലക്ട്രോൺ ഇൻ ദിസ് സിറ്റുവേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n equal to ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഇലക്ട്രോണിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ ഇപ്പം എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റിന് നമ്മൾ അയണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റം എന്ന് വിളിക്കും. When the electron is attracted by the nucleus and is present in orbit n, the energy is emitted and its energy is stored. അപ്പം എന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുമ്പോ എന്താ? അടുത്തേക്ക് आरिफ आपकी वॉइस नहीं आ रही है। हेलो, आपकी वॉइस नहीं आ रही थी। अभी ठीक है क्या? हाँ अभी तो आ गई, ठीक है।
कितने टाइम से नहीं आ रहा है? आई जस्ट चेक, आई थिंक ओके ओके, 1 मिनट हुआ होगा। हाँ ओके ओके. അപ്പൊ നമ്മളിവിടെ ഓർബിന്റെ എനർജി ലെവൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? മൈനസ് ആർ ഇസ് വൺ ബൈ എൻ സ്ക്വയർ. ആർ എച്ച് എന്ന് പറയുന്നത് റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 2.1 into 10⁻⁻⁻18 ജൂൾ. ഇവിടുത്തെ എൻ 1 ബൈ എന്നില് എൻ സ്ക്വയറിന്റെ എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, അഥവാ ഓർബിറ്റിന്റെ നമ്പർ ആണ്. ഇനി ഇക്വേഷൻ നെഗറ്റീവ് ചാർജ് എന്തുകൊണ്ട് വന്നു? അത് അസംഷൻ ആണ്. എന്താണ്? ഇൻഫിനിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇലക്ട്രോൺ അറ്റ് ഇൻഫിനിറ്റി, അതിന് നമ്മൾ അതിന്റെ ആ ഓർബിറ്റിന്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് എടുത്തു. ഇപ്പൊ ഇൻഫിനിറ്റിയിൽ നിൽക്കുന്ന ആറ്റം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഇൻഫ്ലുവൻസിൽ അല്ലാത്ത ഇലക്ട്രോണിനെ നമ്മൾ എന്താ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ വിളിക്കുന്നത് അയനൈസ്ഡ് ആറ്റം എന്ന് വിളിക്കുന്നു. കാരണം അയനൈസ് ആയി പോകുന്ന വെച്ചാൽ ഇലക്ട്രോൺ ആറ്റിൽ നിന്ന് വിട്ടുപോയി പോകാണ്. അപ്പൊ ആ സ്റ്റേറ്റിനാണ് നമ്മൾ ആറ്റ് ഇൻഫിനിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ആ സ്റ്റേറ്റിലുള്ള എനർജീനെ നമ്മൾ 0 എന്ന് എടുത്താല് ഇലക്ട്രോൺ ആറ്റത്തിന്റെ അടുത്തേക്ക് വരുന്തോറും എന്താണ്, അത് പുറത്തേക്ക് റേഡിയേഷൻ വിടുന്നു, അല്ലെങ്കിൽ അതിന്റെ എനർജി കുറഞ്ഞു വരുന്നു. അപ്പൊ 0 ആയാലും കുറഞ്ഞ എനർജി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇക്വേഷനിൽ മൈനസ് സൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. Bohr's theory can also be applied to the ions containing only one electron, similar to that present in hydrogen atom. For example, എന്താണ്, ഒരു ഇലക്ട്രോൺ ഉള്ള ഏത് മോഡൽ ആറ്റത്തിനെ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചത് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്താണ്, He+, Li2+, B3+, ഇതിനെല്ലാം ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. The energies of stationary states and associated with these kinds of ions are given when ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റ ഇലക്ട്രോൺ ഉള്ളത് പറയുമ്പോൾ എന്താ, അവിടുത്തെ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ആർ എച്ച് ഇൻറ്റു 1 ബൈ എൻ സ്ക്വയറിന് അതിന്റെ കൂടെ പക്ഷെ ഒരു ഇസഡ് സ്ക്വയറും കൂടെ വരുന്നു, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ, അതും കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുക. പിന്നെ റേഡിയസ് പറയുകയാണെങ്കിൽ എന്താ, നമ്മളവിടെ എൻ സ്ക്വയർ ഇൻറ്റു A0 പറഞ്ഞു, പക്ഷെ അതിന്റെ കൂടെ ഒരു ബൈ ഇസഡും കൂടെ ചേർക്കുക. 1 ഇലക്ട്രോൺ സ്പീഷീസ്. It is also possible to calculate the velocities of electrons moving in these orbits. അപ്പം ഈ ഓർബിറ്റ്സിലൂടെ നീങ്ങുന്ന ഇലക്ട്രോണിന്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ലൈൻ സ്പെക്ട്രം, ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടായി അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറയുന്നത്. Line spectra observed in case of hydrogen atom can be explained quantitatively using Bohr's model. According to assumption 2 എന്തായിരുന്നു, എനർജി മാറുന്നില്ല, ഫിക്സ്ഡ് എനർജിയാണ് ഓർബിറ്റ്സിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. Radiation is absorbed if the electron moves from the orbit of smaller principal quantum number to the orbit of, ഇപ്പൊ ചെറിയ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുള്ള ഓർബിറ്റിൽ നിന്ന് ഹയർ എനർജി ഓർബിറ്റിലേക്ക് പോകുമ്പോൾ എന്താണ്, എനർജി അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല വലിയ ക്വാണ്ടം നമ്പറുള്ള ഓർബിറ്റിൽ നിന്ന് ചെറിയ ക്വാണ്ടം നമ്പറുള്ള ഓർബിറ്റിലേക്ക് വരുമ്പോൾ എനർജി എമിറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് ഓർബിറ്റ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്തായിരിക്കും, ഈ ഫൈനൽ മൈനസ് ഈ ഇനിഷ്യൽ ആണ് ഓബിയസ്ലി. അപ്പൊ അങ്ങനെ വരുമ്പോ രണ്ട് എനർജിയുടെയും എനർജി ഓർബിറ്റിന്റെയും എനർജി ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും, ആർ എച്ച് ബൈ എൻ ഒരു ഓർബിറ്റിന്റെ എനർജി. അപ്പൊ അതിന്റെ എനർജി ഗ്യാപ്പ് കണ്ടുപിടിക്കാനാണെങ്കിൽ രണ്ട് ഓർബിറ്റിന്റെ എനർജി നമ്മൾ എന്താണ് ഡിഫറൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ എനർജി ഗ്യാപ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതാണ് ഡെൽറ്റ ഇയുടെ ഇക്വേഷൻ, 1/n1² മൈനസ് 1/n2². കാരണം ഇവിടെ സൈൻ അത് ഇക്വേഷൻ സൈൻ മൈനസും പ്ലസ് ആയിട്ട് മാറും, ഇവിടെ ചെയ്യുന്നുള്ളൂ. രണ്ട് ഓർബിറ്റ് തമ്മിലുള്ള പിന്നെ നേരത്തെ ട്രാൻസിഷൻ നടക്കുമ്പോൾ
റിലീസ് ആകുന്ന റേഡിയേഷനിൽ ഫ്രീക്വൻസി ഡിക്കേഷൻ നമ്മൾ പറയുന്നത് അത് ഈക്വൽ ടു എച്ച് വെച്ച് ന്യൂ ഈക്വൽ ടു ഇ ബൈ എച്ച്. അപ്പൊ രണ്ട് ഓർബിറ്റ് തമ്മിൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ റേഡിയേഷന്റെ ഫ്രീക്വൻസി ഡിക്കേഷൻ ആയിരിക്കും ഡെൽറ്റ ഇ ബൈ എച്ച് ആയിരിക്കും. അതും ഡെൽറ്റ ഇ നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ അതിന്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, പിന്നെ അതേപോലെ വേവ് നമ്പർ നമുക്ക് എന്തറിയാം, വേവ് നമ്പർ എന്ന് പറയുന്നത് വൺ ബൈ ലാംഡ ആണ്. നമുക്കറിയാം സി ഈക്വൽ ടു ന്യൂ ലാംഡ ആണ്. അപ്പൊ വൺ ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ന്യൂ ബൈ സി ആയിരിക്കും. നമുക്ക് ഫ്രീക്വൻസി ഡിക്കേഷൻ ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണ് ആർ എച്ച് ബൈ എച്ച് ഇൻറ്റു വൺ ബൈ വൺ എൻ വൺ സ്ക്വയർ മൈനസ് വൺ ബൈ എൻ ടു സ്ക്വയർ. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും ആർ എച്ച് ഇൻറ്റു വൺ ബൈ എൻ വൺ സ്ക്വയർ ബൈ എൻ ടു സ്ക്വയർ. അത് ഡിവൈഡഡ് ബൈ എന്താണ്, അത് ഡിവൈഡഡ് ബൈ സി ഇട്ട് കൊടുക്കും. അപ്പം ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇതാണ് ആർ എച്ച് ബൈ എച്ച് സി ഇൻറ്റു വൺ ബൈ എൻ വൺ സ്ക്വയർ മൈനസ് വൺ ബൈ എൻ ടു സ്ക്വയർ. ഈ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കുക. അബ്സോർഷൻ സ്പെക്ട്രാനിക്ക് എന്താണ്, ഒരു ഇലക്ട്രോൺ ചെറിയ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോവാണ്. അപ്പൊ അവിടെ N2 എന്ന് പറയുന്നത് N1-നെക്കാളും വലുതായിരിക്കും. അപ്പൊ എമിഷൻ സ്പെക്ട്രം വരുമ്പോൾ എന്താണ്, വലിയ എനർജി ഉള്ള ഓർബിറ്റിൽ നിന്ന് ചെറിയ എനർജി ഉള്ള ഓർബിറ്റിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ N2 എന്ന് പറയുന്നത് N1-നെക്കാളും ചെറിയ നമ്പർ ആയിരിക്കും. ആ ഡിഫറൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്ത ബോറിന്റെ മോഡലിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതാണ് അടുത്ത പറയാം. Bohr's model of the hydrogen atom was no doubt an improvement over Rutherford's nuclear model as it for the stability and effect of hydrogen-like ions. However, Bohr's model was too simple to account for the following points. അപ്പം റൂദർഫോർഡ് മോഡലിനേക്കാളും എന്തായാലും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മോഡലായിരുന്നു ബോറിനത്. കാരണം ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രവും പിന്നെ അതുള്ള ഹൈഡ്രജൻ ലൈക്ക് അയോൺസിന്റെ ലൈൻ സ്പെക്ട്രം ഒക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഒന്ന് of the hydrogen atom spectrum observed by using sophisticated spectroscopic techniques. ഇപ്പം നമ്മള് ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം എടുത്തപ്പോൾ എന്താ നമ്മൾ ലൈൻസ് ഇങ്ങനെ കണ്ടു, പക്ഷെ ആ ലൈൻസ് നമ്മൾ എന്താണ് കൂടെ നല്ല ടൂൾസ് വന്നപ്പോൾ ആ ലൈൻസിന് നമ്മൾ വീണ്ടും ഫോക്കസ് ചെയ്യാൻ പറ്റി, കൂടെ കൂടുതൽ മാഗ്നിഫൈ ചെയ്യാൻ പറ്റി. അത് കണ്ടപ്പോൾ എന്താണ് ഈ ലൈൻസിന്റെ ഇടയിലും ഓരോ ലൈനും വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ ഇടയിലും ഗ്യാപ്പുകളുണ്ട്. പിന്നെ this model is also unable to explain the spectrum of atoms other than hydrogen. For example, helium atom which possesses only 2 electrons. അപ്പം ഹൈഡ്രജൻ അല്ലാത്ത ഒരു ആറ്റത്തിന്റെ 2 ഇലക്ട്രോൺസ് ഒക്കെ ഉള്ള ഹീലിയത്തിന്റെ പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. Further, Bohr's theory was also unable to explain the splitting of spectral lines in the presence of magnetic field or electric field. അപ്പം സ്പെക്ട്രൽ ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും വെച്ചപ്പോൾ അത് വീണ്ടും സ്പ്ലിറ്റ് ആവുന്നത് കണ്ടു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് സ്പ്ലിറ്റ് ആവുന്നതിന് സ്റ്റാർക്ക് എഫക്ട് എന്ന് വിളിച്ചു, മാഗ്നറ്റിക് എഫക്റ്റിന് സ്പ്ലിറ്റ് ആവുന്നതിന് നമ്മൾ ജീമൻ എഫക്ട് എന്ന് വിളിച്ചു. അതും ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. And it could not explain the ability of atoms to form molecules by chemical bond. അപ്പം ആറ്റംസ് കെമിക്കൽ ബോണ്ട് വഴി മോളിക്യൂൾസ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതും ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പൊ ഈ കുറവുകൾ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദി ആറ്റം വന്നത്. In view of the shortcoming of Bohr's model, attempts were made to develop a more suitable and general model for atoms. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വരാനുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ, രണ്ട് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് രണ്ടും എന്താ നമ്മളിപ്പോൾ പഠിക്കും. ഇപ്പൊ എന്താണ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ? അപ്പൊ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ലൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ലൈറ്റിന് ആദ്യം വേവ് നേച്ചർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ അതിന് പാർട്ടിക്കൽ നേച്ചർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു. എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിന് പാർട്ടിക്കൽ നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മാറ്ററിനും എന്താണ് വേവ് നേച്ചർ ഉണ്ട്. മാറ്റർ നമുക്ക് പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് അറിയാം, പക്ഷെ അതിന് വേവ് നേച്ചർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് അറിയാം. The French physicist de Broglie in 1924 proposed that matter-like radiation should also exhibit dual behavior, that is, both particle and wave-like properties.
This means that just as photon has momentum as well as wavelength, electron should also have momentum as well as wavelength. അപ്പം ഒരു ഫോട്ടോന്റെ മൊമെന്റവും വേവ് ലെങ്ത്തും ഉള്ളത് പോലെ ഇലക്ട്രോൺസിനും മൊമെന്റം വേവ് ലെങ്ത് വേണമെന്ന് ഡി ബ്രോഗ്ലി പറഞ്ഞു. ഒരു ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് മൊമെന്റവും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അയാൾ പ്രപ്പോസ് ചെയ്തു. എന്താണ്? അതാണ് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി അല്ലെങ്കിൽ എച്ച് ബൈ എം വി എന്ന് പറയുന്നത്. അപ്പൊ പി എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ആണ്. അപ്പൊ പി ഈക്വൽ ടു എം വി മൊമെന്റത്തിന്റെ ഇക്വേഷൻ. അപ്പൊ എം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിന്റെ മാസ്, വി അതിന്റെ വെലോസിറ്റി. De Broglie's prediction was confirmed experimentally when it was found that an electron beam undergoes diffraction. എന്താണ്? ഇലക്ട്രോൺ ബീം ഡിഫ്രാക്ഷൻ നടന്നു. നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ആണ്. ലൈറ്റ് നമ്മൾ അതുവരെ ലൈറ്റും അതുപോലെ റേഡിയേഷൻസ് ആണ് ഡിഫ്രാക്ഷൻ ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചത്. പക്ഷേ ഇലക്ട്രോൺ ബീമിന് ഡിഫ്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ തിയറി കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഇലക്ട്രോൺ ബീം ഡിഫ്രാക്ഷൻ നടക്കുന്നു എന്നുള്ള ആ ഫിനോമിനാണ് എന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഡിസ്കവറിയിലേക്ക് നയിച്ചത്. It needs to be noted that according to de Broglie, every object in motion has a wave character. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റും മൂവ് ചെയ്യുമ്പോൾ അതിനൊരു വേവ് ക്യാരക്ടർ ഉണ്ടെന്നാണ് ഡി ബ്രോഗ്ലി പറയുന്നത്. The wavelengths associated with ordinary objects are so short. അപ്പം നമ്മൾ സാധാരണ ഡേ ടു ഡേ കാണുന്ന ഒബ്ജക്ട്സിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും? അത്രയും ഷോർട്ട് ആയിരിക്കും. കാരണം നമ്മൾ ലാംഡയുടെ ഇക്വേഷനിൽ ലാംഡ ഈക്വൽ എച്ച് ബൈ എം വി ആണ് പറയുന്നത്. അപ്പൊ മാസ് ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണാൻ പറ്റുന്ന ഒബ്ജക്ട്സിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സിഗ്നിഫിക്കൻലി ലാർജ് ആണ്. ഇലക്ട്രോണിന്റെ മാസം 9.1 × 10⁻³ ആ റേഞ്ചിലുള്ള മാസ് ആണ്. അപ്പൊ അതിന്റെ വേവ് ലെങ്ത് അത്രയും സിഗ്നിഫിക്കന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചുറ്റും കാണുന്ന ഒബ്ജക്ട്സിന്റെ മാസ് എടുക്കുമ്പോൾ അത്രയും വലിയ മാസ് ആണ്. അത് ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് തന്നെ ലാംഡ എന്ന് പറയുന്നത് ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അത്രയും ചെറിയ വാല്യൂ ആയിരിക്കും, ഇൻസിഗ്നിഫിക്കന്റ് ആയിരിക്കും. അതാണ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ കൊണ്ട് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അയാൾ എന്താണ് പറഞ്ഞത്? ഹി സ്റ്റേറ്റഡ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വിച്ച് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. It states that it is impossible to determine simultaneously the exact position and exact momentum of an electron. അപ്പം എന്താണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരേ സമയം ഒരു ഇലക്ട്രോണിന്റെ എക്സാക്ട് പൊസിഷനും മൊമെന്റോ അല്ലെങ്കിൽ വെലോസിറ്റി ഒരേ സമയം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ ടേം ആണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് മൊമെന്റം. ഇപ്പൊ ഡെൽറ്റ പി നമുക്ക് എന്താ? എം ഡെൽറ്റ വി എന്ന് എഴുതാം. മാസ് കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി അതാണ് ഡെൽറ്റ വി. അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. എന്താണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4πm. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ വി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. If the position of the electron is known with high degree of accuracy, then the velocity of the electron will be uncertain. On the other hand, if the velocity of the electron is known precisely, then the position of the electron will be uncertain. കാരണം നമ്മൾ പറഞ്ഞത് എന്താണ്? ഡ്യുവൽ നേച്ചർ പറഞ്ഞ നമ്മളൊരു മാസുള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴാണ് അതിന് വേവ് നേച്ചർ ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസ് നമുക്ക് മൂവിങ് ഇപ്പോഴും ന്യൂക്ലിയസ് ചുറ്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിന് സ്റ്റേഷനറി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് അതിന്റെ പൊസിഷൻ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് എന്ത്? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നില്ല. അപ്പം അതിന് വെലോസിറ്റി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ പൊസിഷൻ പറയുന്നത്. ഇനി വെലോസിറ്റി മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിന്നാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഹൈസൻബർഗ് പറയുന്നത്. ഇനി അടുത്ത പറയാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. One of the important implications of the Heisenberg uncertainty principle is that it rules out existence of definite paths of electrons and other similar particles. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വന്നപ്പോൾ എന്താണ്? ഇലക്ട്രോണിന് ഒരു ഫിക്സ്ഡ് പാത്ത് എന്താണ് ന്യൂക്ലിയസിന് ചുറ്റും ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എക്സാക്ട് ആയിട്ട് ഒരു പാർട്ടിക്കിൾ എവിടെ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയുന്നു? അതിന്റെ പൊസിഷൻ വെച്ച്, രണ്ട് അതിന്റെ വെലോസിറ്റി. ഇപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ചുറ്റും ഒരു, ഫോർ എക്സാമ്പിൾ ഡയഗ്രമാറ്റിക്കൽ പറയുകയാണെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഈ സമയത്ത് ഇവിടെ നമുക്കറിയാം ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് നമ്മൾ പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഇവിടെ എത്തുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ?
പക്ഷെ നമ്മളിപ്പോ ഹൈസൻബർഗ് അൺസർട്ടി പ്രിൻസിപ്പിൾ വെച്ച് പറഞ്ഞ എന്താണ് ഒരേ സമയം അതിന്റെ പൊസിഷനും വെലോസിറ്റിയും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ പൊസിഷൻ ഇവിടെ കണ്ടുപിടിച്ചു, പക്ഷെ ഇനി എങ്ങോട്ടാ നീങ്ങുന്നത് നമുക്ക് അറിഞ്ഞൂടെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഇവിടെ എത്തുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഫിക്സ്ഡ് ട്രാജക്ടറി ഉണ്ടെന്നുള്ള കാര്യം ആദ്യമേ ഈ തിയറം കൊണ്ടങ്ങ് പോയി. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് യു നോ വേർ എ ബോഡി ഈസ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ആൻഡ് ഇഫ് യു ഓൾസോ നോ ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് വി ക്യാൻ ടെൽ വേർ ദ ബോഡി വുഡ് ബി സം ടൈം ലേറ്റർ. അതാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടോന്ന് അറിയാം, ഇതാണ് അതിന്റെ വെലോസിറ്റി, ഇതാണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റിയാൽ അടുത്ത സെക്കൻഡിൽ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരേ സമയം നമുക്ക് വെലോസിറ്റിയും പൊസിഷനും പറയാൻ പറ്റത്തില്ല. We therefore conclude that the position of an object and its velocity fix its trajectory. Since for a subatomic object such as an electron it is not possible simultaneously to determine the position and velocity at given instant, it is not possible to talk of the trajectory of an electron. പറഞ്ഞതാണ് അടുത്തെന്താണ്, the effect of Heisenberg uncertainty principle is significant and only for motion of microscopic objects and is negligible for that of macroscopic objects. അപ്പൊ എന്താണ്, ഇലക്ട്രോൺസ് പോലെയുള്ള ഇത്രയും ചെറിയ പാർട്ടിക്കിൾസിന്റെ കാര്യത്തിൽ ഹൈസൻബർഗ് അൺസർട്ടി പ്രിൻസിപ്പിൾ സിഗ്നിഫിക്കന്റ് ആവും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ എന്താണ്, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm. ഈ ഇക്വേഷനിൽ എന്താണ്, ഇവിടെ മാസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പം ഡിനോമിനേറ്ററിൽ മാസ് വരുന്നതുകൊണ്ട് എന്താ, ഈ ടേം മൊത്തത്തിൽ ഇത്രയും ചെറിയ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ വന്നിരിക്കുന്ന ഒരു മില്ലിഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ഡെൽറ്റ എക്സ് ഡെൽറ്റ വിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 10⁻⁻28 ആ റേഞ്ചിലുള്ള ആൻസർ ആണ് കിട്ടുന്നത്. അപ്പം ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒബ്ജക്ട്സിന് ഇത് അത്ര സിഗ്നിഫിക്കന്റ് അല്ല, അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതേസമയം ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അവിടെ ഡെൽറ്റ എക്സും ഡെൽറ്റ വിയുടെ വാല്യൂ 10⁻⁻4 റേഞ്ചിലാണ് വന്നത്. അപ്പൊ അത് ഇത്തരം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. It is therefore means that if one tries to find the exact location of the electron, say at an uncertainty of only 10⁻⁻8, then the uncertainty delta v in velocity will be upon uncertain position നമ്മൾ ഡെൽറ്റ 10⁻⁻8 റേഞ്ചിൽ ഇട്ടാൽ അവിടെ ഇപ്പൊ അൺസർട്ടൻ ഡെൽറ്റ വി ഇപ്പം എന്തായിരിക്കും 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അതൊരു സിഗ്നിഫിക്കന്റ്ലി ഹൈ വാല്യൂ ആണ്. It therefore means that the precise statements of position and momentum of electron have to be replaced by the statement of probability. അപ്പം ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഇലക്ട്രോണിന്റെ പൊസിഷനും വെലോസിറ്റിയും പറയുന്നതിന് പകരം ഒരു പ്രോബബിലിറ്റി ടേം കൊണ്ടുവന്നു. അപ്പൊ എന്താണ്, ഈ സമയത്ത് ഇലക്ട്രോൺ ഈ ഭാഗത്ത് എത്തിയേക്കാം. അതാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക് മോഡൽ ഓഫ് ആറ്റത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ബോർ മോഡൽ പരാജയപ്പെട്ടത്, അതാണ് പറയുന്നത്. In Bohr model, an electron is regarded as a charged particle moving in well-defined circular orbits about the nucleus. ബോർ മോഡലിൽ എന്താണ്, ന്യൂക്ലിയസിനും ഫിക്സ്ഡ് എനർജി ലെവൽസിൽ ഇലക്ട്രോൺസ് നീങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇലക്ട്രോണിന്റെ വേവ് നേച്ചറിനെ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. Further, an orbit is a clearly defined path, and this path can completely be defined only if both the position and the velocity of electron are known exactly at the same time. മാത്രമല്ല എന്താണ്, നമ്മൾ പറയുന്നു ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ ഫിക്സ്ഡ് എനർജി ലെവലിലുള്ള ഓർബിറ്റിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഫിക്സ്ഡ് പാത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന എപ്പോഴാണ്, ഒരേ സമയം അതിന്റെ പൊസിഷനും വെലോസിറ്റിയും അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അത് പറ്റത്തില്ല എന്ന് നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ പറഞ്ഞു. അതാണ് രണ്ടാമത്തെ റീസൺ. Bohr model of the hydrogen atom therefore not only ignores dual behavior of matter but also contradicts. ബോർ മോഡൽ ഏതൊക്കെ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്ററും ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ രണ്ടിനെയും കോൺട്രാഡിക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. അപ്പൊ പിന്നെ വന്ന മോഡലാണ് ഇത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. Quantum mechanics is a
theoretical science that deals with the study of the motions of the microscopic objects that have both observable wave-like and particle-like properties. ഇപ്പൊ എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്തായിരുന്നു? അത് ഒബ്ജക്ട്സിന്റെ പാർട്ടിക്കിൾ നേച്ചർ മാത്രം കൺസിഡർ ചെയ്തുള്ള കാര്യമായിരുന്നു. പക്ഷെ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിലേക്ക് വരുമ്പോൾ എന്താണ് രണ്ടും അതിന്റെ വേവ് ക്യാരക്ടറും സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നു. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്തുള്ള മെക്കാനിക്സ് ആയിരുന്നു എന്ത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. It specifies the laws of motion that these objects obey. When quantum mechanics is applied to macroscopic objects, the results are the same as those from the classical mechanics. ക്വാണ്ടം മെക്കാനിക്സ് മാക്രോസ്കോപ്പി വെച്ച് വരുമ്പോൾ അതിന്റെ വേവ് ക്യാരക്ടർ അത്രയും ഇൻസിഗ്നിഫിക്കന്റ് ആയിരിക്കും. പക്ഷെ റിസൾട്ട് അപ്പോഴും എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ കിട്ടുന്ന പോലത്തുള്ള റിസൾട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് വാസ് ഡെവലപ്ഡ് ഇൻഡിപെൻഡന്റ്ലി ബൈ വേർണർ ഹൈസൻബർഗ് ആൻഡ് എർവിൻ ഷ്രോഡിംഗർ. അപ്പോൾ ഷ്രോഡിംഗറും ഹൈസൻബർഗും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടുവരുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻ കൊണ്ടുവന്ന ആളാണ് ഷ്രോഡിംഗർ. അയാൾക്ക് അതിന് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. For a system molecule whose energy does not change with the Schrodinger equation, for a system as an atom or a molecule whose energy does not change with time, the Schrodinger equation is written as h psi is equal to h psi. അപ്പോൾ h psi എന്ന് പറയുന്നത് എന്താണ്? h എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഇതായിരുന്നു ഷ്രോഡിംഗറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടല്ല, പക്ഷേ ഇക്വേഷൻ ഇതാണ്, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. When Schrodinger equation is solved for hydrogen atom, the solution gives the possible energy levels the electron can occupy and the corresponding wave functions of the electron associated with each energy level. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഓക്കുപൈ വരുന്ന എനർജി ലെവൽസും പറയുന്നു. മാത്രമല്ല ഓരോ എനർജി ലെവലുള്ള ഇലക്ട്രോണിന്റെ എനർജിയും അത് തരുന്നു. These contains energy states and corresponding wave functions which are characterized by a set of 3 quantum numbers. So, ഈ എനർജി സ്റ്റേറ്റ്സിനെ അവരുടെ വേവ് ഫംഗ്ഷനെ നമ്മൾ ഡെപിക്ട് ചെയ്യുന്ന എന്താണ് ഒരു സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് വെച്ചാണ്. അതെന്താ ഏതൊക്കെയാണോ ഒന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n, അസിമുത്തൽ ക്വാണ്ടം നമ്പർ l ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ m. ഈ 3 ക്വാണ്ടം നമ്പർ വെച്ചാണ് ഇലക്ട്രോണിന്റെ എന്താണ് എനർജി ലെവൽ അതിന്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഇലക്ട്രോണിന്റെ ഈ ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നമുക്ക് അറിഞ്ഞാൽ ആ ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണ്, അത് അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അതിന്റെ സ്പിന്ന് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എല്ലാം ഈ ക്വാണ്ടം നമ്പേഴ്സ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നു. അതാണ് ഇവിടെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് പറയാം. ഒന്ന്, the energy of electrons in atoms is quantized. എന്ന് വെച്ചാൽ എന്താ ഒരു ഇലക്ട്രോണിന് ഒരു ആറ്റത്തിൽ എന്താ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് എനർജി ലെവൽസേ കാണാൻ പറ്റത്തുള്ളൂ. അതിനിടയിലുള്ള വാല്യൂസ് ഒന്നും അതിന് കാണത്തില്ല. The existence of quantized electronic energy levels is a direct result of the wave-like property of electrons and are allowed solutions of Schrodinger wave equation. അപ്പം എന്താണ് ഇലക്ട്രോണിന്റെ വേവ് ലൈക്ക് പ്രോപ്പർട്ടിയുടെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് കാരണമാണ് എന്ത് ക്വാണ്ടൈസ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഉള്ളതെന്ന് പറയുന്നു. 3, both the exact position and exact velocity of an electron in an atom cannot be determined simultaneously. അതാണ് നമ്മുടെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. An atomic orbital is the wave function psi of for an electron in an atom. ഒരു ഇലക്ട്രോണിന്റെ ഒരു ആറ്റത്തിന്റെ psi നമ്മൾ സോൾവ് എടുത്താലും കിട്ടുന്ന ആണെന്ത് ഒരു ആറ്റത്തിലുള്ള അറ്റോമിക് ഓർബിറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ആണ് പ്രോബബിൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത്. പക്ഷെ മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ് വരുമ്പോൾ അത്ര ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതും ഇതിന്റെ ഒരു പോരായ്മയായിരുന്നു. The probability of finding an electron at a point within an atom is proportional to the square of the orbital wave function. ഇപ്പൊ psi സ്ക്വയർ എടുത്താലാണ് നമുക്ക് ഒരു ഇലക്ട്രോണിന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് psi സ്ക്വയർ എടുക്കുമ്പോഴാണ്. Psi square is known as probability density and is always positive. From the value of
psi square at different points within an atom, it is possible to predict the region around the nucleus where electron will most probably be found. അപ്പോൾ psi square എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. psi squareന്റെ വാല്യൂ കിട്ടിയാൽ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ എവിടെയാണ് കാണാൻ കൂടുതൽ സാധ്യതയുള്ളത് അത് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ പറയുന്നത് ഓർബിറ്റൽസും ക്വാണ്ടം നമ്പേഴ്സും. A large number of orbitals are possible in an atom. Qualitatively, these orbitals can be distinguished by their size, shape, and orientation. An orbital of smaller size means there is more chance of finding the electron near the nucleus. ഇപ്പം നമുക്ക് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ചുറ്റും ഒരുപാട് ഓർബിറ്റൽസ് കൺസിഡർ ചെയ്യാം. അത് പല സൈസിലും ഷേപ്പിലും കാണാൻ പറ്റും. പക്ഷേ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ന്യൂക്ലിയസിന് അടുത്തായിരിക്കും ആ ഓർബിറ്റിൽ എന്ന് നമുക്ക് അറിയാൻ പറ്റും. Similarly, shape and orientation mean that there is more probability of finding the electron along certain directions. ഇപ്പോൾ ഓർബിറ്റിന്റെ ഷേപ്പ് മാറുന്ന ഇപ്പം സർക്കുലർ ഷേപ്പുള്ള ഓർബിറ്റിലാണെങ്കിൽ ഏത് സൈഡിലേക്ക് പോയാലും ഈക്വൽ പ്രോബിലിറ്റിയാണ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ. ഇപ്പം സർക്കിൾ അല്ലെങ്കിൽ എന്താണ്, ഇപ്പം അതിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റിയും കുറഞ്ഞു കുറഞ്ഞു വരും. ചില ഡയറക്ഷനിൽ കൂടുതലായിരിക്കും, ചില ഡയറക്ഷനിൽ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രോബിലിറ്റി എന്ന് പറയുന്നത്. The principal quantum number n is a positive integer with value of n equal to 1, 2, 3. So principal quantum number ആണ് എന്ത് തീരുമാനിക്കുന്നത്? The size and to large extent the energy of the orbit. ഓർബിറ്റിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. The principal quantum number also identifies the shell. With increase in value of n, the number of allowed orbital increases and are given by n square. Or the orbitals of a given value of n constitute a single shell of an atom. n equal to 1 ആണെങ്കിൽ എന്താണ് ഷെല്ല് k ആണെന്ന് പറയാം. 2 ആണെങ്കിൽ l, അതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 3 ആണെങ്കിൽ m, 4 ആണെങ്കിൽ n. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താണെന്ന് നോക്കാം. ഡിനോട്ട് ചെയ്യുന്നത് l വെച്ച്. Azimuthal quantum number is also known as the orbital angular momentum or subsidiary quantum number. It defines the three-dimensional shape of the orbital. ഇപ്പോൾ L എന്തിനാണ് നമ്മൾ പറയുന്നത്? ഓർബിറ്റലിന്റെ ഷേപ്പ് വേണ്ടി പറയാനാണ് L ഉപയോഗിക്കുന്നത്. നമ്മൾ N പറഞ്ഞത് ന്യൂക്ലിയസിൽ നിന്ന് എത്ര ദൂരെയാണ് ഓർബിറ്റിൽ നിൽക്കുന്നത്. L പറയുമ്പോൾ ഷേപ്പ് പറയാൻ പറ്റും. ഇപ്പം S ആണോ P ആണോ D ആണോ ഓർബിറ്റ്. നമുക്ക് ഓർബിറ്റൽസ് അറിയാലോ. അത് ഡിനോട്ട് ചെയ്യുന്നത് L ആണ്. For a given value of n, L can have n values ranging from 0 to n1. For a given value of n, the possible value of L are L equal to 0, 1, 2 up to n equal to n minus 1. അപ്പോൾ അതുവരെയാണെങ്കിൽ ഇപ്പോൾ for n 1 ആണെങ്കിൽ L ന്റെ വാല്യൂ 0 മാത്രമേ വരത്തുള്ളൂ. n 2 ആണെങ്കിൽ എന്താണ് 0, 1 വരാം. 3 ആണെങ്കിൽ 0, 1, 2 വരെ. അപ്പം n ന്റെ വാല്യൂ അനുസരിച്ച് L ഉം മാറും. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബേസിക് കൺസെപ്റ്റ് ഇതാണ്. ഇപ്പൊ കൺസിഡർ ചെയ്യാം. അപ്പൊ n equal to 1 എന്ന് വിചാരിക്കാം. L എന്തായിരിക്കും? L 0 വരത്തുള്ളൂ. ഓക്കെ, n equal to 2 ആണെങ്കിൽ L 0 1 വരാം. n equal to 3 ആണെങ്കിൽ equal to 0, 1, 2 വരാം. എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ് L equal to 0 എന്നാൽ S ഓർബിറ്റിൽ മാത്രമേ കാണൂ. ഇവിടെ ആണെങ്കിൽ S ഉം P യും വരും. ഇവിടെ ആണെങ്കിൽ S ഉം P യും D യും വരും. അപ്പൊ അങ്ങനെയാണ്, അതാണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. n equal to 4 ആണെങ്കിലോ, n equal to 4 വരുമ്പോൾ F ഓർബിറ്റിൽ വരുന്നത്. അത് എന്തുകൊണ്ടാണ്? L equal to 0, 1, 2, 3 വരെ പോസിബിൾ. അതുകൊണ്ടാണ് ഓർബിറ്റൽസിന്റെ എണ്ണം 4 വരെ വരുന്നത്. അവിടെ SP, D, F ഓർബിറ്റലും പോസിബിൾ ആണ്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്.
n 1 ആണെങ്കിൽ L 0 ആണെങ്കിൽ n 1s നമ്മൾ വിളിക്കുന്നു. ഇപ്പം 2 ആണ്, n 2 ആണ്, L 0 ആണെങ്കിൽ 2s. അപ്പൊ 0 എന്ന് പറയുന്നത് s ഓർബിറ്റിൽ എന്നാൽ വെക്കാം. 1 എന്ന് പറയുന്നത് p ഓർബിറ്റിൽ എന്നാൽ വെക്കാം. 2 എന്ന് പറയുന്നത് d ആണ്. 3 എന്ന് പറയുന്നത് f ഓർബിറ്റിൽ എന്നാൽ വെക്കാം. അപ്പൊ നമുക്ക് രണ്ട് കോർഡിനേറ്റ് നമ്പേഴ്സ് തരുന്നു. n ന്റെ വാല്യൂ n ന്റെ വാല്യൂ 3 തന്നു, L ന്റെ വാല്യൂ 2 തന്നു. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാം എന്താണ് n ന്റെ വാല്യൂ 3 എന്ന് പറയുന്നത് ഇത് 3D ഓർബിറ്റിലാണ് കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ കോൺടാക്ട് നമ്പേഴ്സിന്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി നാളെ പഠിക്കാൻ മാറ്റം. അടുത്ത കോൺടാക്ട് നമ്പേഴ്സ് ഏതാണ് മാഗ്നറ്റിക് സ്പിന്നും അത് നാളെ പറയാം. പിന്നെ അതിന്റെ ഷേപ്പുകളും നാളെ പറയാം. ഇന്നുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്താം. താങ്ക് യു.